മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഹിറ്റ് ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് ചിത്രം എത്തുന്നത്. അടുത്ത വർഷം മാർച്ച് 27ഓടെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തിടെ ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്തു വന്നിരുന്നു. ചുവന്ന ഡ്രാഗൺ ചിഹ്നം ധരിച്ച് ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നതാണ് പോസ്റ്ററിലുള്ളത്. ഇതാരാണ് എന്നാണ് പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യം. പിന്നാലെ പോസ്റ്ററിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായി. മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഖുറേഷി അബ്രാമിന്റെ വില്ലനായിരിക്കും ഇതെന്നാണ് ഉയരുന്ന സൂചനകൾ. മോഹൻലാൽ കഥാപാത്രത്തെക്കുറിച്ച് ഏറെ സസ്പെൻസ് ബാക്കിയാക്കിയാണ് ലൂസിഫർ അവസാനിച്ചത്. ഇതിൽ അവസാന ഭാഗത്താണ് ഖുറേഷി അബ്രാം എന്ന കഥാപാത്രത്തെ വെളിവാക്കുന്നത് പോലും. അന്നു മുതൽ ഖുറേഷി അബ്രാം ആരെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഇതിനു പിന്നാലെയാണ് എമ്പുരാനിൽ ആരാകും ഖുറേഷി അബ്രാമിന്റെ എതിരാളികൾ എന്ന ചർച്ചകളും സജീവമാകുന്നത്. ലോക പ്രശസ്തമായ ക്രിമിനൽ ഗ്യാങ്ങായ യാക്കൂസ ഗ്യാങ് ആയിരിക്കും അബ്രാം ഖുറേഷിയുടെ എതിരാളികൾ എന്നാണ് അഭ്യൂഹങ്ങൾ ഉയരുന്നത്. യാക്കൂസ ഗ്യാങ്ങിന്റെ ഉയരം തരത്തിലുള്ളവർ ധരിക്കുന്ന ചിഹ്നമാണ് തീ തുപ്പുന്ന ചുവന്ന ഡ്രാഗൺ. ലൂസിഫറിൽ തന്നെ ഇതിനുള്ള സൂചനകൾ നൽകുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. ലൂസിഫർ ആരംഭിക്കുമ്പോൾ കാണിക്കുന്ന പത്രക്കട്ടിങ്ങുകളിൽ ഖുറേഷി അബ്രാം ലോകത്തിലെ വിവിധ സിൻഡിക്കേറ്റുകളെ നേരിടുന്നതായി സൂചനകൾ നൽകുന്നുവെന്നാണ് ഇതിന് ആധാരമായി പറയുന്നത്. യാക്കൂസ ഗ്യാങ് എന്നത് ജപ്പാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിഗൂഢ ക്രൈം സിൻഡിക്കേറ്റ് ആണ്. ഗാക്കുദോ, വൈലൻസ് ഗ്രൂപ്പ് എന്നീ പേരുകളിലും ഈ സംഘം അറിയപ്പെടുന്നു. യാക്കൂസ സംഘം സ്ഥാപിതമായത് 17-ാം നൂറ്റാണ്ടിലാണ് എന്നാണ് വിശ്വാസം. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും വലിയ കുറ്റകൃത്യ സംഘടനകളിൽ ഒന്നായാണ് യാക്കൂസ അറിയപ്പെടുന്നത്. ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, കള്ളക്കടത്ത്, മയക്കുമരുന്ന്, നിയമവിരുദ്ധ ചൂതാട്ടം, ലൈംഗിക തൊഴിൽ എന്നിവയാണ് യാക്കൂസ സംഘത്തിന്റെ വരുമാന മേഖലകൾ. 1963-ൽ യാക്കൂസ അംഗങ്ങളുടെയും അർത്ഥാംഗങ്ങളുടെയും എണ്ണം 1,84,100 ആയിരുന്നു എന്നാണ് കണ്ടെത്തൽ. എന്നാൽ നിലവിൽ യാക്കൂസയിൽ 10,400 അംഗങ്ങളും 10,000 അർത്ഥ അംഗങ്ങളുമാണ് ഉള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. യുവതലമുറയിൽപ്പെട്ടവർ സംഘടനയിൽ ചേരാൻ താൽപര്യം കാണിക്കുന്നില്ലെന്നാണ് വിലയിരുത്തൽ. നിലവിലെ യാക്കൂസയിൽ ഉള്ളവരുടെ ശരാശരി പ്രായം 54.2 വയസ്സെന്നാണ് കണക്കാക്കുന്നത്. യാക്കൂസ എന്ന പേരുത്ഭവിച്ചത് പരമ്പരാഗത ജാപ്പനീസ് കാർഡ് ഗെയിമായ ഒയ്ചോ കാബുവിൽ നിന്നാണ്. എമ്പുരാന്റെ പോസ്റ്റർ എത്തിയതോടെ അബ്രാം ഖുറേഷിയുടെ എതിരാളികളായിട്ടാകും യാക്കൂസ ഗാങ് വരികയെന്നാണ് കണക്കുകൂട്ടുന്നത്. അതല്ല, അബ്രാം ഖുറേഷി യാക്കൂസ ഗ്യാങ്ങിൽ അംഗമായിരിക്കുമോ എന്ന ചർച്ചകളും ഉയരുന്നുണ്ട്. യാക്കൂസ ഗ്യാങ്ങിലെ ഗോഡ്ഫാദർ കറുത്ത കറ്റിന് പുറകിലാകും നിൽക്കുക. കുറോമാഗു എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെടുക. ഇത്തരത്തിലുള്ള ഒരു കറ്റനും അതിനു പുറകിൽ നിൽക്കുന്ന ഒരാളെയുമാണ് പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത് എന്നതും ചർച്ചകൾ സജീവമാകാൻ കാരണമാകുന്നു. പിതാവ് ദത്തുപുത്രൻ ആശയമാണ് യാക്കൂസയുടെ ഏറ്റവും അടിസ്ഥാന തത്വം. കായി അഥവാ അസോസിയേഷൻ ആയാണ് യാക്കൂസ അംഗങ്ങളെ കണക്കാക്കുന്നത്. പരമ്പരാഗത ജാപ്പാനീസ് സമ്പ്രദായത്തിന്റെ ഭാഗമായ ഒയാബുൻ കോബൺ ഘടനയാണ് യാക്കൂസ പിന്തുടരുന്നത്. വളർത്തുന്ന രക്ഷിതാവ് എന്നാണ് ഒയാബൂൺ എന്ന വാക്കിന്റെ അർത്ഥം. കോബൺ എന്നാൽ വളർത്തുകുട്ടി എന്നതാണ് അർത്ഥം. യാക്കൂസിൽ അംഗമായ ഒരു വ്യക്തി തന്റെ എല്ലാ കുടുംബ ബന്ധങ്ങളും ഉപേക്ഷിച്ചാകണം സംഘടനയ്ക്കൊപ്പം ചേരേണ്ടത്. സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും പ്രതിരോധിക്കാനും ഉണ്ടാക്കിയ ഒരു ഘടനയായാണ് യാക്കൂസ കണക്കാക്കപ്പെടുന്നത്. യാക്കൂസയിലെ പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങൾ യമാഗുച്ചി ഗുമി, സുമിയോഷി കായി, ഇനഗാവ കായി എന്നിവയാണ്. യമാഗുച്ചി ഗുമി ജപ്പാനിലെ ഏറ്റവും വലിയ യാക്കൂസ കുടുംബമാണ്. എല്ലാ ഗോഡ്ഫാദർമാരുടെയും ഗോഡ്ഫാദർ എന്ന് കണക്കാക്കപ്പെടുന്ന കസുവോ തവോക്ക ആയിരുന്നു യമാഗുച്ചി ഗുമിയുടെ തലവൻ. ജപ്പാന് പുറമെ വിവിധ ഏഷ്യൻ രാജ്യങ്ങൾ, അമേരിക്ക തുടങ്ങിയിടങ്ങളിലും യാക്കൂസകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി 18 വർഷത്തോളം നാടുവിട്ട് താമസിക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാലയളവിൽ അനാഥനായ സ്റ്റീഫനെ ഏതെങ്കിലും യാക്കൂസ് സംഘം മകനായി സ്വീകരിച്ചിരുന്നോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ചിത്രത്തിനായി അക്ഷമരായി കാത്തിരിക്കുകയാണ് ആരാധകർ. മലയാള സിനിമ ഇതുവരെ കാണാത്ത ചരിത്രമാകുമോ എമ്പുരാൻ സൃഷ്ടിക്കുക എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.